ചമ്പക്കുളം മൂലം ജലോത്സവം 2025. ജലസമൃദ്ധമായ കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഈ വർഷത്തെ ചമ്പക്കുളം ജലോത്സവം 2025 ജൂലൈ 9 പമ്പയാറ്റിൽ നടക്കുകയാണ്. ചരിത്ര സ്മരണകൾ ഉയർത്തിക്കൊണ്ട് 4 നൂറ്റാണ്ടുകളിലായി മിഥുനമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ജലരാജാക്കന്മാരായ പേരുകേട്ട ചുണ്ടൻ വള്ളങ്ങളും വെപ്പുവള്ളങ്ങളും മാറ്റുരയ്ക്കുകയാണ്. പമ്പയുടെ നെട്ടായത്തെ കീറി മുറിച്ചുകൊണ്ട് ആവേശത്തിന്റെ പങ്കായങ്ങൾ ആഞ്ഞുവീശി കുതിച്ചു പായുന്ന പടക്കുതിരകളെ നെഞ്ചോട് ചേർക്കാൻ കുട്ടനാട് തയ്യാറെടുത്തു കഴിഞ്ഞു. ജൂലൈ 5 കുറിച്ചിയിൽ നിന്നും ആരംഭിക്കുന്ന രാജപ്രമുഖൻ ട്രോഫിയും വഹിച്ചുള്ള ഘോഷയാത്ര വിവിധ പഞ്ചായത്തുകളിലെ സ്വീകരണം ഏറ്റുവാങ്ങി സായാഹ്നത്തോടെ മങ്കൊമ്പിലെത്തി സമാപിക്കുന്നു. കുട്ടനാട്ടുകാർക്ക് ഇന്ന് ഇതൊരു ജലോത്സവം മാത്രമല്ല, ഒരു സാംസ്കാരികോത്സവം കൂടിയാണ്. അതിന്റെ ഭാഗമായി ജൂലൈ 6 തകഴി ശിവശങ്കരപിള്ള സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ വച്ച് കൈകൊട്ടിക്കളി മത്സരം നടത്തുന്നു. ജൂലൈ 8 വൈകിട്ട് ചമ്പക്കുളത്ത് വെച്ച് വഞ്ചിപ്പാട്ട് മത്സരം നടത്തുന്നു. ജലരാജാക്കന്മാരായ 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നടുഭാഗം ചുണ്ടൻ, ചെറുതന പുത്തൻ ചുണ്ടൻ, ആയാപ്പറമ്പ് പാണ്ടി, ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി എന്നീ ചുണ്ടൻ വള്ളങ്ങൾ ഇഞ്ചോടിഞ്ചു പൊരുതി മുന്നേറുന്ന പരമ്പരാഗത മത്സരാർത്ഥികളാണ്. വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ നവജ്യോതി, അമ്പലം കടവൻ, മണലി എന്നീ വള്ളങ്ങളും ബി ഗ്രേഡിൽ PG കരിപ്പുഴ, ചിറമേൽ തോട്ടുകടവൻ, പുന്നത്ര പുരയ്ക്കൻ എന്നീ വള്ളങ്ങളും മത്സരിക്കാനെത്തുന്നു. ജേതാക്കളായ ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി ഇക്കുറിയും രാജപ്രമുഖൻ ട്രോഫിയിൽ മുത്തമിടാൻ ഒരുങ്ങിയെത്തുമ്പോൾ മറ്റു വള്ളങ്ങളും പൊരുതാനുള്ള തയ്യാറെടുപ്പിലാണ്. കുട്ടനാട് താലൂക്ക് ഓഫീസ് കേന്ദ്രീകരിച്ച് വിവിധ സബ് കമ്മിറ്റികൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്നു. ആവേശത്തിനും ആഘോഷത്തിനും മാറ്റുകൂട്ടിക്കൊണ്ട് പമ്പയാറ്റിലും വേമ്പനാട്ടുകായലിലും ചുണ്ടൻ വള്ളങ്ങളുടെയും തുഴച്ചിൽ പരിശീലനം നടന്നു വരികയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴയുന്ന ചെറുതന പുത്തൻ ചുണ്ടന്റെ പരിശീലനം പള്ളാത്തുരുത്തിയാറ്റിലും സമീപത്തെ പള്ളിയങ്കണത്തിലുമായി നടക്കുന്നു. കഠിനമെങ്കിലും കൃത്യമായ കായിക പരിശീലനമാണ് ചിട്ടയായി നടക്കുന്നത്. പള്ളിയിൽ തന്നെ താമസിച്ചുകൊണ്ട് ഒരാഴ്ചയായി കായികക്ഷമതാ പരിശീലനവും ഒപ്പം തുഴച്ചിൽ പരിശീലനവും മുറ തെറ്റാതെ നടക്കുന്നു. ഏകദേശം 130 തുഴച്ചിൽക്കാർ ക്യാമ്പിലുണ്ടെങ്കിലും 110 പേരാണ് ഒരേ സമയം വള്ളത്തിലുണ്ടാവുക.
നടുപ്പലകയിൽ പതിക്കുന്ന ഇടിയുടെ താളം തുഴപിടിക്കുന്ന കൈകളിലേക്ക് പകരുമ്പോൾ ഒരേ ചലനത്തോടെ പങ്കായം ജലപ്പരപ്പിൽ ആഞ്ഞു പതിക്കുന്ന കാഴ്ച മനോഹരമാണ്. നൂറു കൈകൾ വിടർത്തിയ ജലനാഗം കണക്കെ ശരവേഗത്തോടെ കുതിച്ചെത്തുവാനുള്ള അർപ്പണബോധം കായൽ പരപ്പിനെയും കോരിത്തരിപ്പിക്കുന്നതാണ്. ആയാസകരമാണ് പരിശീലനം. പരിശീലനത്തെക്കുറിച്ച് പരിശീലകനായ വിനോദ്. ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം വള്ളംകളിക്കുള്ള വേണ്ടിയാണ് പ്രാക്ടീസ് ചെയ്തത്. ഞങ്ങൾ ക്യാമ്പ് ഇട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. 5-6 ദിവസത്തെ ക്യാമ്പുണ്ട്. ക്യാമ്പ് ഇട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്ക് നല്ല വിശ്വാസമുണ്ട് മൂലം ട്രോഫി ഞങ്ങൾക്ക് എടുക്കാന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. ഞങ്ങൾക്ക് മൊത്തത്തിൽ പ്രാക്ടീസ് ഏകദേശം ഒരു 45 ദിവസത്തെ പ്രാക്ടീസ് വരുന്നുണ്ട്. നെഹ്റു ട്രോഫിയാണ് ഞങ്ങളുടെ ടാർഗറ്റ്. അതായത് ഡബിൾ ഹാർട്ടിങ് ഞങ്ങൾ 5 വർഷം കണ്ടിന്യൂ വെച്ചിരിക്കുവാണ്. ഇനി 6ാമത്തെയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് തുടങ്ങിയിരിക്കുന്നത്. ഈ വർഷം ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. നല്ല രീതിയിൽ ഇപ്പം നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങളുടെ 110 തുഴച്ചിക്കാരുണ്ട്. ചെലവ് നല്ല ചെലവാണ്. ഒരു ദിവസം ഏകദേശം ആഹാരം അതിനെല്ലാം കൂടെ ഒരു 50,000 രൂപ തന്നെ മേളിലാവുന്നുണ്ട് ഒരു ആഹാരം മാത്രം. സ്പോൺസറുണ്ട്, കുറച്ച് സ്പോൺസർ വഴി കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി കരക്കാരൊക്കെ പിരിച്ചാണ് തരുന്നത്. വള്ളക്കാരും കരക്കാരും കൂടെ പിരിച്ചാണ് ഞങ്ങൾ ഈ പൈസ ഒപ്പിക്കുന്നത്. ഇപ്പൊ അങ്ങനല്ല. ഞങ്ങക്ക് UBC ഉണ്ട്, നിരണം ബോട്ട് ക്ലബ് ഉണ്ട്, വില്ലേജ് ബോട്ട് ക്ലബ് ഉണ്ട്, KTBC കുമരകം ടൗൺ. ഇവരെല്ലാം നല്ല സ്ട്രോങ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിൽ വന്ന ടീമാണ് ഇവരെല്ലാം. ഇവരെല്ലാരും ഇപ്പം ഞങ്ങളെ അടിക്കണം എന്നുള്ള രീതിയിൽ നടക്കുന്നത്. അവർക്ക് ഞങ്ങൾക്ക് ഡബിൾ ഹാർട്ടിക്ക് തരത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ നടക്കുന്നത്. അത് ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുന്നു. ഇനി നാളുകളേറെയില്ല ആ ജലമാമാങ്കത്തിന്. പമ്പ കാത്തിരിക്കുകയാണ്. പേരുകേട്ട ജലരാജാക്കന്മാരുടെ പോരാട്ടത്തിന് വേദിയാകാൻ കുട്ടനാട് കാത്തിരിക്കുകയാണ്. ആ ആവേശ പെരുമഴയിൽ പങ്കുചേരാൻ, ആ വിസ്മയ കാഴ്ചകളുടെ അനുഭവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ചാനലുകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.